ബോക്സ് ഓഫീസിലേക്കുള്ള തിരിച്ചുവരവ് ഗംഭീരമാക്കിയിരിക്കുകയാണ് അമീർ ഖാൻ. ഇത് അമീർ ഖാന്റെ കണക്കുവീട്ടൽ തന്നെയാണ്. OTT ഭീമന്മാരോട് പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് തിയേറ്ററിലെത്തിയ അമീർ ഖാൻ ചിത്രം സിതാരെ സമീൻ പർ വൻ വിജയമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ സിനിമാ ലോകം ആഘോഷമാക്കുന്നത്. RS പ്രസന്ന സംവിധാനം ചെയ്ത ചിത്രമാണിത്. 4 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത് 60 കോടിക്ക് മുകളിലാണ്. ഇത് അമീർ ഖാന്റെ കൃത്യമായ ചുവടുവെപ്പ് തന്നെ. തന്റെ സിനിമ തിയേറ്റർ റൺ തീരും മുമ്പ് OTT പ്ലാറ്റ്ഫോമുകൾക്ക് നൽകില്ലെന്ന് അമീർ ഖാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 100 കോടിയിലധികം വരുന്ന ആമസോൺ പ്രൈമിന്റെ ഡീലും താരം നിരസിച്ചു. 1 വർഷം കഴിഞ്ഞ് മാത്രമേ സിനിമ OTTയിലേക്കോ ടെലിവിഷൻ ചാനലുകൾക്കോ നൽകുകയുള്ളൂവെന്നും തന്റെ സിനിമ തിയേറ്ററുകൾക്കായുള്ളതാണെന്നുമാണ് താരമെന്ന് പറഞ്ഞത്. ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അമീർ ഖാന്റെ ആ തീരുമാനം ശരിവെക്കുന്നതാണ് സിനിമയ്ക്ക് പിന്നീട് ലഭിക്കുന്ന സ്വീകരണവും വിജയവും. വലിയ ബജറ്റോ താരനിരയോ ഇല്ലാതെ വന്ന ചിത്രം പതിഞ്ഞ താളത്തിൽ തുടങ്ങി വാരാന്ത്യത്തിലേക്ക് എത്തിയതോടെ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലാൽ സിംഗ് ചദ്ദയുടെ പരാജയത്തോടെ ഇടവേളയെടുത്ത താരം ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് ഈ ചിത്രത്തിലൂടെ നടത്തുന്നത്. ലാൽ സിംഗ് ചദ്ദ പരാജയപ്പെട്ടതോടെ താരം കടുത്ത നിരാശയിലേക്ക് പോവുകയും അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതും സിനിമാ ലോകം ഏറെ ചർച്ച ചെയ്ത ഒന്നാണ്. 3 വർഷത്തെ ഇടവേളയാണ് താരം എടുത്തത്. അതിനുശേഷമുള്ള ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് സിതാരെ സമീൻ പർ. ആദ്യ ദിവസം ചിത്രം നേടിയത് 10 കോടിക്ക് മുകളിലാണ്. പിന്നീടുള്ള ശനി ഞായർ ദിവസങ്ങളിൽ സിനിമ നേടിയിരിക്കുന്നത് 20 കോടിക്ക് മുകളിലും പിന്നീടത് 27 കോടിയായി കുതിക്കുന്നതാണ് കണ്ടത്. തിങ്കളാഴ്ചയാണ് സിനിമ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ നേടിയതെന്നും കണക്കുകൾ പറയുന്നു. അതായത് ഇന്നലെ മാത്രം നേടിയിരിക്കുന്നത് 8 കോടിക്കടുത്താണ്. പക്ഷേ ചിത്രത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ആഴ്ചയിലും നല്ല കളക്ഷൻ തന്നെ സിനിമയ്ക്ക് ലഭിക്കുമെന്നാണ്. അടുത്ത വാരാന്ത്യത്തിലും സിനിമ വലിയ കുതിപ്പ് നടത്തുമെന്ന പ്രതീക്ഷയും കണക്കുകൂട്ടലും അണിയറ പ്രവർത്തകർക്കും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതേസമയം വരും നാളുകളിലും വലിയ റിലീസുകളൊന്നും ഇല്ല എന്നതിനാലും ചിത്രം വരും ദിവസങ്ങളിലും മികച്ച കളക്ഷൻ നേടുമെന്നും അങ്ങനെയാണെങ്കിൽ ചിത്രം 100 കോടി കടക്കുമെന്നും ഉറപ്പാണ്. എന്തായാലും തുടർച്ചയായ ഒരു വിജയം തന്നെയാണ് അമീർ ഖാൻ സിനിമാ ലോകത്ത് നൽകുന്നത് എന്ന് തന്നെയാണ് സിനിമ ആരാധകരും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും ഇത് അമീർ ഖാന്റെ തെറ്റായ ചോയ്സ് അല്ല എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിരുത്തി കുറിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.